ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. മഴയായിട്ട് ആർക്കെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതുവരെ നമുക്ക് നല്ല ചൂടായിട്ടായിരുന്നു, ഇനിയിപ്പം നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് വൈകിട്ട്. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ തുടക്കലും കൂടെ തീർത്തു. എന്നാൽ പിന്നെ വർക്ക് ഏരിയ മാത്രം ക്ലീൻ ആക്കാനേ ഉണ്ടാവുള്ളൂ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് സ്ഥിരം ചെയ്യുക. വേഗം അടുക്കള വരെ ക്ലീനാക്കി വെക്കും, അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലൊക്കെ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ വർക്ക് ഏരിയയിൽ നിന്നാകുമ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളും ഒക്കെ വർക്ക് ഏരിയയിൽ നിന്ന് മാത്രമാണ് കേട്ടോ കഴുകാനുണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ രാവിലെ തന്നെ ക്ലീൻ ആക്കിയിടാനും പറ്റും. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരാളൊക്കെ വന്നാൽ മുൻഭാഗം നല്ല ക്ലീൻ ആയിട്ടിരിക്കും ചെയ്തോളൂ. അങ്ങനെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെള്ളം വാർത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതാ അയലയും മത്തിയായിരുന്നു കേട്ടോ ഇന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. ഇനിയിപ്പോൾ ഇന്ന് കറി വെച്ചത് ഞാനിതാ എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു. സാമ്പാർ വെച്ചതിന് ശേഷമുള്ള വെജിറ്റബിൾസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയൊരു കഷ്ണം ചേന, ചെറിയൊരു കഷ്ണം മത്തൻ, 2-3 വെണ്ട, അങ്ങനെ അതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. നല്ല ഉടയുന്നത് വരെ വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ചത് ചേർക്കും. എന്നിട്ടത് കടുക് താളിച്ചൊഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കറി വെക്കുന്നത്. പക്ഷേ മല്ലി അധികമായി പോകരുത്, ഏകദേശം 1 ടീസ്പൂണൊക്കെ മല്ലി അത്രയും മതിയാവും. മല്ലി അധികമായി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ പിന്നെ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വർക്ക് ഏരിയ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, നീതു പുറത്ത് പോയിട്ടുണ്ട്. ഫിദു അതുപോലെ തന്നെ കുളി നിസ്കാരമൊന്നും കഴിഞ്ഞ് താഴോട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഷിനു അച്ചൊക്കെ എന്തൊക്കെയോ കളിയെല്ലാം കേട്ടോ, ഞങ്ങൾ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ തന്നെ കഴിക്കട്ടെ എന്ന്. അപ്പോൾ ആ ചോറും കറിയും മത്തി പൊരിച്ചത്, അതുപോലെ തന്നെ അച്ചാർ എടുത്തിട്ടുണ്ട്. ഈ അച്ചാർ മാങ്ങ നമ്മുടെ മാവുമ്മലുണ്ടായതായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ ഉമ്മച്ചി അച്ചാറിട്ടെന്നാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. ചെറിയൊരു മധുരവും അതുപോലെ തന്നെ ഒരു പുളിപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എന്ത് ചെയ്തു, രാവിലെ തന്നെ അത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ തിരക്കിനിടയിൽ പറ്റിയില്ല. ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ടോ. കാരണം നമ്മുടെ ഇന്നർ പോട്ട് ഔട്ടർ പോട്ടുള്ള ചെടികളൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വെള്ളം നിൽക്കും. ഇതുപോലെ എല്ലാം ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ചു. കുറച്ച് കാർ പോർച്ചിലേക്കും വെച്ച് കൊടുത്തിട്ടോ. അവിടെ ഒരുപാട് വെക്കാൻ കഴിയില്ല, കാരണം അനീഫ്ക വണ്ടി നിർത്തുന്നതുകൊണ്ട് തന്നെ ബാക്കി സിറ്റ് ഔട്ടിലും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല, കാരണം ആ ബ്ലാക്ക് പോട്ടൊക്കെ നമുക്ക് വെള്ളം നിൽക്കില്ല. ബാക്കിയുള്ള പോട്ടുകളൊക്കെ ഉണ്ട്, വെള്ളം നിൽക്കുന്ന പോട്ടുകളൊക്കെയാണ് ഞാൻ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകിട്ട് ഞാനും അനീഫ്കായും മാത്രം ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ അധികം മക്കളൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷേ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ കൂടെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ വെറുതെ നിൽക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്നത്. അപ്പം എന്തായാലും ഒന്ന് കയറി വെക്കുക, എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് കയറിയതാണ്. അധികം നെസ്റ്റോന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പം ഇതിപ്പം കുറച്ചായിട്ടോ കോഴിക്കോട് വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അപ്പോൾ ആദ്യം ടെക്സ്റ്റൈൽസിലൊന്ന് കയറി നോക്കി, ലാസ്റ്റ് സൂപ്പർ മാർക്കറ്റ് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ ഞാനധികം നല്ല ലോങ് ടോപ്പാണ് ഇടാറ്, അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുക. റെഡിമെയ്ഡ് എടുക്കൽ വളരെ കുറവാണ്. ഡെയിലി യൂസ് ചെയ്യുന്ന ടോപ്പ് മാത്രമേ കേട്ടോ ഞാൻ റെഡിമെയ്ഡ് എടുക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തുണി വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ അധികം നല്ല ഗൗൺ ടോപ്പ് പോലെ അങ്ങനെയാണ് ഇടാറ്, അല്ലാതെ സാധാ ടോപ്പ് അധികം ഉപയോഗിക്കാറില്ല. എല്ലാം നോക്കിയിട്ടോ. ചുരിദാറൊക്കെ നല്ല നല്ല മോഡലുകളുണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഗൗൺ ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അധികം നോക്കിയിട്ടില്ല. പിന്നെ മേളിലേക്ക് പോയി നോക്കിയിട്ടോ, കാരണം 5 നിലയാണുള്ളത്. അപ്പം ഫസ്റ്റിലാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്, 2 മുതലാണ് പിന്നെ ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നത്. അതിൽ തന്നെ ഓരോ സെക്ഷനാണ്, കിഡ്സിൻ്റെ വേറെ, മെൻസിൻ്റെ വേറെ, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒരു 4ാമത്തേലാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു മാറ്റുകൾ, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, അങ്ങനെയൊക്കെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പല മോഡല്.
എന്താ പറയുക ബിരിയാണി പോട്ടും ഫ്രൈ പാനും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എനിക്കെന്തായാലും ഒരു ദോശത്തവ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി. അപ്പം എനിക്കൊരു പാകമുള്ള ഒരു വലിപ്പമുള്ളത് കിട്ടിയപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചേ. എൻ്റെ കയ്യിലുള്ള ദോശത്തവ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്തായാലും ദോശത്തവൊക്കെ നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലുത് വേണേ, എന്നാലേ നമുക്ക് നെയ് റോസ്റ്റ് മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. ദോശത്തവയും ഒരുപാട് മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചൊരു വലിപ്പമുള്ളത് നോക്കിയപ്പോൾ 1-2 മോഡൽ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിലൊന്ന് എടുത്തു. പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫർ റേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എടുത്തതും ഒരു ഓഫറിൽ തന്നെയാണ് കേട്ടോ. ഏകദേശം 1100-ൻ്റെ പാനിന് 800-നായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാനൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. അതിന് ശേഷം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല, ജസ്റ്റ് ഒന്ന് കയറി വെക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. കാരണം നെസ്റ്റോ എന്നാണ് അധികം സാധനങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ അവിടുത്തെ ഓഫറുകളൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ എന്താ സ്ഥിതി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പല സാധനങ്ങൾക്കും, ബാഗിന്, കൊടക്ക്, അങ്ങനെയൊക്കെ നല്ല നല്ല ഓഫറുകൾ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു അനീഫ്ക. കാരണം മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. സ്കൂൾ ബാഗും കുടകളൊക്കെ വാങ്ങുമ്പോൾ അവരെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അച്ഛനും ഷിനുവിനാണ് വാങ്ങിക്കാനുള്ളത്. ഫിദുവിൻ്റെ ഒക്കെ പിന്നെ അവർ സ്വന്തമായിട്ട് തന്നെ പോയി വാങ്ങിക്കും. ഞങ്ങൾ അങ്ങ് വേണമെന്നില്ല കൂടെ. പക്ഷേ ഇവരെ രണ്ടാളെയും കൊണ്ടുവന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ബാഗൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചു. സ്കൂബീഡേൻ്റെ ബാഗ് തന്നെയാണ് കേട്ടോ അധികം രണ്ടാൾക്കും വാങ്ങിക്കാറ്. അവിടുന്ന് പിന്നെ ചോക്കോസും കോൺഫ്ലേക്സും അതുപോലെ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ. അങ്ങനെ ഏകദേശം ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്ക് 8-9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പാന്. ഇതിൽ ഫോട്ടോയിൽ 3 ഉണ്ട്. ഇതിലെ ഏറ്റവും അടിയിട്ടതാണ് കേട്ടോ. ആ വലിയ പാനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കോൺഫ്ലേക്സ്, ചോക്കോസ്, ഇത് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. ഷിനുവിനും അച്ഛനും എപ്പോഴും പാലിലിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസമായി പറയുന്നു. ഞാൻ നെസ്റ്റോയിൽ പോകുമ്പോൾ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചു. ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. കോൺഫ്ലേക്സിന് 50%, അതുപോലെ തന്നെ ചോക്കോസിന് 30% അങ്ങനത്തെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്യൂസിൻ്റെ മിഠായിക്ക് ഓഫർ അല്ലാതെ MRP വരുന്നത് 120 ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 40 ആയിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്നലെ 60 കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇന്നിപ്പോൾ ഓഫർ 40 അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഇത്രയൊക്കെയാണ് സാധനമൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ സ്കൂളിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിക്കാൻ പിന്നീട് ഒരിക്കൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.